ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പം ഒരാളിങ്ങനെ ഇതേപോലെ മുടിയൊക്കെ വളർത്തി, പക്ഷേ ഫ്രണ്ടിലോട്ടാണ് മുടി നടന്നതൊന്നും കാതിലൊന്നുമില്ല. ഒരാളിങ്ങനെ സ്പീഡിൽ വന്നു പോകുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഇയാൾ എല്ലാവരെയും ഇൻഫ്ലുവൻസ് ഉണ്ട്, ഒരുപാട് പേരോട് സംസാരിച്ച് പോകുന്നുണ്ട്, എല്ലാവരുടെയും പരിചിതനാണ്. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചു ഇയാളൊന്ന് പരിചയപ്പെടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ പുള്ളി അടുത്ത് പോയി തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, കണ്ടു. അപ്പോൾ പേര് ചോദിച്ചു. അപ്പോൾ അങ്ങനെ കമൽ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു സിനിമയിൽ അഭിനയിക്കാൻ. ഞാൻ ഒരുപാട് കാലം ട്രൈ ചെയ്യാണ്, ഏതോ ഒരു സിനിമയിൽ എന്താ മോഡലായിട്ട് ചെയ്തിരിക്കുക, വേറൊരു സാധ്യത ഉണ്ടായില്ല. ഇത് ശരിയാണെന്ന് സത്യമാണെന്ന് ചോദിച്ചു. അമ്മ അതെ, നിങ്ങളെ മുടി ഇങ്ങനെ നാക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ചുറ്റും നോക്കിയിട്ട് പുള്ളി ഇങ്ങനെ മുടി ബാക്കിലിട്ട്. അത് അബ്സല്യൂട്ട്ലി അന്ന് മൊബൈലുണ്ട്, അന്നേരം ഫോട്ടോ എടുത്തു, മൊബൈലിൽ. അപ്പോൾ ആ മുഖം ഒരു റെഡ് ഇന്ത്യൻ കൈൻഡാണ്, ആ നെറ്റിയും പുറകോട്ടുള്ള. അപ്പോൾ അതിങ്ങനെ മുടി നനഞ്ഞ പോലുള്ള മുടിയും കാതിലിത് എൻ്റെ മനസ്സിൽ ആ ഷാർപ്നെസ് തോന്നി. അവിടെ ഫിക്സ് ചെയ്യാണ്, ആ പബ്ബിൽ വെച്ച് അന്ന് ഫിക്സ് ചെയ്തു. അത് വന്നു ചേരും. ഞാൻ പലപ്പോഴും എൻ്റെ കഥാപാത്രങ്ങൾ നമ്മൾ അത്രയും ഡീപ്പർ ആഗ്രഹത്തോടുകൂടി നമ്മൾ മൂവ് ചെയ്യുമ്പം തന്നെ കഥാപാത്രങ്ങൾ വരും. എൻ്റെ ഈ ഇതിൽ വന്ന പോലെ എൻ്റെ ഒറ്റാൽ സിനിമയിൽ ജോണി വാക്കറിൽ വന്ന പോലെ തന്നെ ഒറ്റാൽ സിനിമയിലെ വാസൻ ചേട്ടൻ വള്ളം തുഴഞ്ഞു വന്നിട്ടുണ്ട്. ദേശാടനത്തിലെ മുത്തശ്ശൻ എൻ്റെ മുന്നിലേക്ക് എല്ലാവരും വരും. അങ്ങനെ നമ്മൾ ആ ഒരു നമ്മളൊരു ഫോക്കസ്, അങ്ങനെ ഒരാളെ കിട്ടണം എന്ന് ആഗ്രഹിച്ചാൽ വന്നിരിക്കും. അതുപോലെ തന്നെ ഇപ്പം ജോണി വാക്കറിലെ കുട്ടപ്പായി ഭയങ്കരമായിട്ട് ഇപ്പം റീൽസിലൊക്കെ കിടന്ന് നമ്മളിപ്പോൾ എപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിലേക്ക് എങ്ങനെയാണ് എത്തിയത്? കുട്ടപ്പായി ഞാൻ രഞ്ജി എന്ന നീലഗിരി സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, മമ്മൂക്ക അഭിനയിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞ ലൊക്കേഷൻ അവിടെ വന്നിട്ട് കുറച്ച് നമുക്ക് അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് ഞാൻ അവിടെ പോകുന്നു. ഊട്ടി ചെല്ലുമ്പം മമ്മൂക്കയാണ് ചൂണ്ടിക്കാണിച്ചിട്ട്, അവൻ പറ്റിയല്ലേ ഇവന്. നമുക്ക് ഭയങ്കര ഷാർപ്പാണ് ആ കാര്യത്തിൽ. കാരണം അവിടെ ഡാൻസിന് വന്ന ഒരു ഡാൻസ് ഗ്രൂപ്പിൽ വന്ന ഒരു പയ്യനാണ്, തമിഴ് പയ്യനാണ് കുട്ടപ്പായി മാറിയത്. അപ്പോൾ അവിടെ വെച്ച് എന്നോട് ചോദിച്ചു, ഇവിടെ അവൻ പറ്റിയല്ലെന്ന് ചോദിച്ചു. അവൻ കറക്റ്റാണ്, വേറെ ഒന്നുമില്ല, ചിന്തിക്കാനില്ല. അവനെ വിളിച്ചു, ഇവിടെ നീ അഭിനയിക്കുന്നു ചോദിച്ചു. അവൻ റെഡി സാർ, അവൻ ഭയങ്കര സ്മാർട്ടാണ്. അതേപോലെയാണ് നമുക്ക് ഈ ലൗഡ് സ്പീക്കറിൽ നമുക്കയും ശശികുമാർ സാർ ചെയ്ത ക്യാരക്ടർ, അതിലും ഇതുപോലെ ചോദിച്ചു എന്നോട്. ഞങ്ങൾ കുറേ അന്വേഷിച്ചു, ഒരുപാട് പേര് കബീർ ബേഡി തൊട്ടിങ്ങനെ പലതും പ്ലാൻ ചെയ്യും. അപ്പോൾ ഒരു ദിവസം നമുക്ക് പറഞ്ഞിടാ, നമ്മുടെ ശശികുമാറിന് ഓർമ്മയുണ്ട്, അതുകൊണ്ട് PTL ന്യൂസ് ഇംഗ്ലീഷ് ന്യൂസ് വായിക്കുന്ന സ്റ്റൈൽ. ഒരുപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ജേർണലിസ്റ്റ് എന്നുള്ള പേരിനെക്കാട്ടിലും കൂടുതൽ എല്ലാവരും ലൗഡ് സ്പീക്കറിലെ മേനല്ലേ എന്ന് ചോദിച്ചിട്ടാ വരലെന്ന്. സത്യം. അപ്പോൾ അങ്ങനെ അത് വേറെ, കാരണം ഇത് ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ മമ്മൂക്കയുടെ മനസ്സിലും ഒരു കഥ പറയുമ്പോൾ ക്യാരക്ടറിൻ്റെ ഒരു രൂപം മനസ്സിൽ തോന്നും. അത് ചേർന്നാൽ ഓഡിയൻസും അതുമായിട്ട് ചേരും. അതങ്ങനെയാണ്. ഓക്കെ. അപ്പം സാർ ഇപ്പം ഈ സ്വാമിയായിട്ടും കുട്ടപ്പായൊക്കെ ആയിട്ടും പിന്നീട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും? പിന്നെ സ്വാമിയും ഇടയ്ക്കൊക്കെ വിളിക്കും. സ്വാമി അത് ഓരോ സമയത്ത് ഓരോ രൂപത്തിൽ ഓരോ വേഷത്തിലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പോയി ധനുഷ്കോടിയിൽ പോയിരിക്കും, സന്യാസി രൂപത്തിരിക്കും. അവിടെ രാജസ്ഥാനിൽ വെച്ച് കണ്ടിട്ടുണ്ട്, പലപ്പോഴും കാണും, പല രീതിയിലും കാണും. ഞാൻ ഇടയ്ക്ക് വീണ്ടും ജോണി വാക്കർ 2 ചെയ്യാൻ വേണ്ടി കമലിനെ വിളിച്ചു. കമൽ ഭയങ്കര ത്രില്ലിൽ. ഞാൻ പറഞ്ഞു ഇപ്പം അപ്പോൾ ഫുൾ വൈറ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളാണ് വില്ലൻ, ഫുൾ വൈറ്റ് ആയിരിക്കും. ഞാനത് അതുപോലെ തന്നെയാണെന്ന് പറഞ്ഞു. ഇപ്പം എക്സാക്ട്ലി അതാണ്. ഇപ്പം നമ്മൾ ചെയ്താൽ ഫുൾ വൈറ്റ്, പക്ഷെ കാതിലിത് മാറിയിട്ടുണ്ട്, അപ്പിയറൻസ് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനേക്കാൾ ഇമ്പ്രസീവ് ആവും ഇപ്പം കണ്ടാൽ. അങ്ങനെ പ്ലാൻസ് ഉണ്ടോ? ഉണ്ടായിരുന്നു, അത് ഇനിയും എനിക്കറിയില്ല, പക്ഷെ ആഗ്രഹമുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ജോണി വാക്കർ ആയിക്കോട്ടെ, ലൗഡ് സ്പീക്കർ ആയിക്കോട്ടെ, മമ്മൂക്കയുടെ കരിയറിൽ തന്നെ ഏറ്റവും നല്ലൊരു സിനിമ കൊടുത്തിട്ടുള്ള ആളാണ് സാർ. അപ്പോൾ സാർ ഈ സിനിമയൊക്കെ സാറിൻ്റെ മനസ്സിലുള്ളപ്പോൾ മമ്മൂക്കയുടെ മുഖം തന്നെയായിരുന്നു മൈൻഡിലുണ്ടായിരുന്നത്? ഈ ഞങ്ങൾ തമ്മിൽ ചെയ്തിട്ടുള്ള 3 സിനിമകളാണ്. ഒന്ന് ജോണി വാക്കർ. ജോണി വാക്കറിൽ മമ്മൂക്ക തന്നെയാണ്. മമ്മൂക്കയുടെ കഥ പറയുമ്പോൾ തന്നെ ആ കഥ മനസ്സിൽ ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ മമ്മൂക്കയോട് പറയാൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഫിക്സ്ഡാണ്. ജോണി ചായൻ അത് തന്നെയാണ്. കോളേജ് പഠിക്കാൻ പോകുന്ന ആ സസ്പെൻസസ് ഒക്കെ ഇട്ട് സ്റ്റൈലൻ ഇത് വെച്ചിട്ട് കെവിൻ കോസ്റ്റർ പോലെ തോന്നുന്ന ആ കൗബോയ് ലുക്കൊക്കെ നമ്മൾ മനസ്സിൽ അങ്ങനെ ഉറച്ചിട്ടുണ്ട്. ലൗഡ് സ്പീക്കറിൽ അത് തന്നെ. മൈക്ക് എന്നുള്ള കഥാപാത്രം എനിക്ക് ഒറിജിനൽ ക്യാരക്ടറാണ്. മൈക്ക് ഉറക്കെ സംസാരിക്കുന്ന മൈക്ക് എന്നുള്ള എൻ്റെ ലൈഫിലുള്ള എനിക്കറിയാവുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ അദ്ദേഹം ശബ്ദം കൊണ്ട് മാത്രം ആ സമയമുണ്ട്. പക്ഷേ നമുക്ക് ആ മുടിയൊക്കെ കുറച്ചൊന്ന് മാറ്റി കഴിഞ്ഞ് ബോഡി ലാംഗ്വേജൊക്കെ മാറ്റിയപ്പം നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല, അതുപോലെ അതിൻ്റെ അത് ചേർന്നു. പിന്നെ ട്രെയിനിൽ ഈ എല്ലാ സിനിമയിലും ഹീറോസ് സക്സീഡ് ചെയ്യും.
പക്ഷെ ചില ഹീറോസ് മരിച്ചു പോകാറുണ്ട്, നമ്മളുടെ മനസ്സിലൊരു വേദനയായിട്ട് നിൽക്കും. പലരും എന്നോട് പറഞ്ഞു ട്രെയിൻ സിനിമയിൽ മമ്മൂക്കയുടെ ക്യാരക്ടർ മരിക്കാതിരുന്നിരുന്നെങ്കിൽ കുറേ കൂടെ സൂപ്പർ ഹിറ്റായനെ. ഞാൻ പറഞ്ഞു അതിൻ്റെ യാഥാർത്ഥ്യം മരിച്ചതാണ്. ആ ക്യാരക്ടർ അങ്ങനെ ഒരു ഓഫീസർ മരിച്ചു അവിടെ. അപ്പം 7-11 എന്ന് പറയുന്ന ബോംബെ ട്രെയിൻ ബ്ലാസ്റ്റാണ്, അതിൽ ഒരു ഓഫീസർ മരിച്ചു. അതിൽ ഉണ്ടായ വേദന തന്നെയാണ് ആ കഥ ചെയ്യാൻ പ്രേരിപ്പിച്ചത് നമ്മളോട്, അല്ലേ? അത് സംഭവിക്കരുതേ നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ ഇതിൽ മൂന്നിലും മമ്മൂക്ക അല്ലാതെ വേറെ ആരെയും മൈൻഡിലുണ്ടായിരുന്നില്ല. അപ്പം സാറിൻ്റെ സിനിമകളിലൊക്കെ നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് വിൻറ്റേജ് സിനിമകളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. മെയിനായിട്ട് കോസ്റ്റ്യൂം, ഇപ്പോൾ ജോണി വോക്കറിലേക്കാണെങ്കിൽ കോസ്റ്റ്യൂം അതൊക്കെ. അപ്പം സാർ അതിന് വേണ്ടിയിട്ട് റെഫറൻസ് ഇംഗ്ലീഷ് മൂവീസ്, അത് പണ്ട് തൊട്ട് ഇംഗ്ലീഷ് മൂവീസൊക്കെ കാണാറുണ്ടോ, എങ്ങനെയാണ്? പണ്ട് തൊട്ട് ഞങ്ങൾ, എൻ്റെ ചെറുപ്പകാലത്ത് മോർണിംഗ് ഷോസ് മാത്രമേ വരുള്ളൂ കോട്ടയത്ത്. പിന്നെ ട്രിവാൻഡ്രത്ത് പഠിക്കാൻ പോയപ്പോൾ അവിടെ ശ്രീ വിശാഖ് തിയേറ്ററിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇംഗ്ലീഷ് ഫിലിം വരും, അതെല്ലാം കാണും. എങ്ങനെയോ എൻ്റെ മനസ്സിൽ രണ്ട് എക്സ്ട്രീംസാണ് നിൽക്കുന്നത്. ഒന്ന് നമ്മുടെ നാടിൻ്റെ പൈതൃകം, നമ്മുടെ സംസ്കാരം, അതിലൂന്നിയിട്ടുള്ള അതിൻ്റെ റിച്വൽസിൽ ഊന്നിയിട്ടുള്ള ക്യാരക്ടേഴ്സും സിറ്റുവേഷൻസും ഭയങ്കര ഒബ്സഷനാണ്. അതാണ് പൈതൃകത്തിലും ദേശാടനത്തിലൊക്കെ കാണുന്നത്. അതേപോലെ എനിക്കിഷ്ടമാണ് വൈൽഡ് വെസ്റ്റ്, ഒരു കൗബോയ് കൈൻഡും. അതുപോലെ ഇന്ന് ലോകം എവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ ഫാഷൻ, യങ്സ്റ്റേഴ്സ് എന്ത് ചിന്തിക്കുന്നു, അവരുടെ മ്യൂസിക് എന്ത്, അവരുടെ കോസ്റ്റ്യൂം എന്ത്, ഇതിനെക്കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഫോളോ ചെയ്യാറുണ്ട്. നമ്മൾ അതുപോലെ ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും ഡ്രസ്സ് ചെയ്യാനൊക്കെ. ഞാൻ ഒരുപക്ഷെ ആദ്യം കാതുകുത്തിയ ഒരാളായിരിക്കും. 2000 തന്നെ 2001-ലോ 2002-ലൊക്കെ ഞാൻ കാതുകുത്തി. അന്നെല്ലാവരും ചോദിച്ചു എന്താണ് ഈ കാതുകുത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എനിക്കിഷ്ടമാണ് ആ ഒരു. പിന്നെ ഇപ്പോൾ ഇല്ല, കാതുകുത്താതാരുമില്ല. അത് ഒബ്സഷനാണ് കേട്ടോ, നമ്മളറിയാതെ നമ്മളുള്ള ഇഷ്ടങ്ങളാണ്. സാർ ഇപ്പം 35 വർഷം, 1990 തൊട്ട് 2025 35 വർഷം, ഈ ഒരു 35 വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് മുഖങ്ങൾ മൈൻഡിലേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത് ആരുടെ അടുത്താണ്? വാവച്ചൻ എന്ന് തന്നെ എൻ്റെ ഒരു വാവച്ചൻ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂടെ വന്ന് ചേർന്ന ഒരു അനാഥൻ എന്ന് വേണം പറയാൻ. കാരണം വാവച്ചന് ബന്ധുക്കളുണ്ട്, പക്ഷെ വാവച്ചൻ അനാഥനാണ്. ഡിഫറൻ്റ് ഏബിൾഡ് ആയതുകൊണ്ട് ആൾക്കാർ വഴിയിലേക്ക് വിട്ടു. അങ്ങനെ ചെറുപ്പകാലം തൊട്ട് ഞാൻ കണ്ട വാവച്ചൻ ഇങ്ങനെ പോകുന്നു. ഞാൻ വല്ലപ്പോഴും എൻ്റെ വീട്ടിലും വരും, പല വീടുകളിൽ പോകും, വിറക് കീറി കൊടുക്കും, വെള്ളം കോരി കൊടുക്കും. അങ്ങനെ വാവച്ചൻ്റെ നിഷ്കളങ്കമായ ചിരിയുണ്ട്. സിനിമയിൽ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, എൻ്റെ മോനെ എന്നെ കൂടെ സിനിമ എടുക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ഹൈവേയിൽ ഒരു ക്യാരക്ടർ കൊടുത്തു, ഡിക്രൂസ്. പിന്നെ എൻ്റെ എല്ലാ സിനിമകളിലും ഓരോ ക്യാരക്ടറും ചെറിയ ചെറിയ ക്യാരക്ടർ കൊടുക്കും. ഒരു സിനിമ ഞാൻ 2000-ൽ ചെയ്യുന്നു, കരുണം. എൻ്റെ നവരസങ്ങൾ എന്നുള്ള കോൺസെപ്റ്റിൽ ആദ്യ സിനിമയിൽ ഒരു നല്ല മുഖമുള്ള നല്ല ചിരിയുള്ളൊരു വൃദ്ധനെ വേണം. അങ്ങനെ വാവച്ചനല്ല വേറൊരു മുഖം എൻ്റെ മനസ്സിലില്ല. അപ്പോൾ എല്ലാവരും ചോദിച്ചത് ഇങ്ങനെ ഡിഫറൻ്റ്ലി ഏബിൾഡ് അല്ലേ, എങ്ങനെ പറ്റും? ഞാൻ പറഞ്ഞു എനിക്ക് വാവച്ചനെ അറിയാം. അത്രയും നല്ലൊരു പെർഫോമൻസ് വേറെ എനിക്ക് തോന്നുന്നില്ല. എൻ്റെ മറ്റു സിനിമകളിൽ പോലും എല്ലാവരും അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറത്താണ് വാവച്ചൻ തന്നിരിക്കുന്നത് ഒരു കോൺട്രിബ്യൂഷൻ. അതിനാണ് എനിക്ക് കിട്ടിയ അൾട്ടിമേറ്റ് അവാർഡും ഈ ഗോൾഡൻ പീക്കോക്ക് എന്നുള്ളൊരു ഏഷ്യൻ ബെസ്റ്റ് ഫിലിം അവാർഡ് ഉൾപ്പെടെയുള്ള ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയ സിനിമ. ഇന്നും വാവച്ചനുണ്ട്, 96 വയസ്സായി. ഇടയ്ക്ക് വിളിക്കും, രാവിലെ ഫോണിൽ വിളിച്ചിട്ട് ചോദിക്കും മോനെ അടുത്ത പടം ഏതാ, വേറെ ഒന്നുമില്ല വാവച്ച ചോദിക്കാൻ. അപ്പം ആ വാവച്ചനെയും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആ സിനിമയോടുള്ള ഇഷ്ടമാണ് ഇപ്പോഴും. അതാണ് ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ട് എനിക്ക്